ഇറാനുമായി ഒരു വശത്ത് വലിയ യുദ്ധം നടക്കുന്നു. എന്നാൽ അതിനേക്കാൾ വലിയൊരു യുദ്ധം അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് സ്വന്തം ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള പെന്റഗണിലാണ്. കരസേനാ മേധാവിക്ക് പിന്നാലെ ഇപ്പോൾ ഇതാ നാവികസേന സെക്രട്ടറിയെയും അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പുറത്താക്കിയിരിക്കുന്നു. ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ സ്വന്തം ജനറൽമാരെ വെട്ടിനിരത്തുകയാണ് അമേരിക്ക. പെന്റഗൺ മേധാവി പീറ്റ് ഹെക്സത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം രഹസ്യമായി ഏറ്റെടുക്കുകയാണ് എന്നൊരു അടക്കം പറച്ചിൽ അമേരിക്കയിലുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ പെന്റഗണിൽ നടക്കുന്നത്? US നേവി സെക്രട്ടറി ജോൺ ഫെലാനെയാണ് ഏറ്റവും ഒടുവിൽ പെന്റഗൺ മേധാവി പീറ്റ് ഹെക്സത്ത് സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നത്. ഫെലാൻ സ്വന്തം നിലയ്ക്ക് രാജിവെച്ചതാണോ എന്ന് പെന്റഗൺ പുറത്തുവിട്ട കുറിപ്പിൽ വ്യക്തമാക്കുന്നില്ലെങ്കിലും തീരുമാനം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്: എതിർക്കുന്നവരെയെല്ലാം നിഷ്കരുണം പുറത്താക്കുകയാണ് ട്രംപ് ഭരണകൂടം. പീറ്റ് ഹെക്സത്തിന്റെ ഉരുക്കുമുഷ്ടിക്ക് മുന്നിൽ അമേരിക്കൻ ജനറൽമാർക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല എന്നതാണ് സത്യം. പ്രതിരോധ സെക്രട്ടറിയും സൈനിക നേതൃത്വവും തമ്മിലുള്ള പോര് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ മാസം ആദ്യമാണ് കരസേനാ മേധാവി റാൻഡി ജോർജിനെ യാതൊരു വിശദീകരണവും നൽകാതെ ഹെക്സത്ത് പുറത്താക്കിയത്. ആർമി സെക്രട്ടറി ഡാനിയൽ ഡ്രിസ്കോളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഇതിന് പിന്നിൽ. കൂടാതെ ജനറൽമാരായിട്ടുള്ള ഡേവിഡ് ഹോട്ട്നെ, വില്യം ഗ്രീൻ എന്നിവരെയും അടുത്തിടെ പെന്റഗൺ പുറത്താക്കിയിരുന്നു. പഴയ സൈനിക നേതൃത്വത്തെ ഒന്നൊന്നായി വെട്ടിനിരത്താൻ ഹെക്സത്ത് വാഷിംഗ്ടണിലെ അധികാര ഇടനാഴികളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഉള്ള കാര്യം വളരെ വ്യക്തമാണ്. എന്നാൽ തുടർച്ചയായിട്ടുള്ള ഈ കൂട്ടപ്പിരിച്ചുവിടലുകൾ അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവീര്യം വലിയ രീതിയിൽ കെടുത്തുകയാണ്. നാവികസേനാ സെക്രട്ടറിയെ പുറത്താക്കാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയുടെ കപ്പൽ നിർമ്മാണ പരിഷ്കരണങ്ങളിലെ വലിയ കാലതാമസമാണ്. ലോകത്തെ ഏറ്റവും വലിയ നാവികസേനയെന്ന് അഹങ്കരിച്ച അമേരിക്കയ്ക്ക് ഇപ്പോൾ യുദ്ധമുഖത്ത് അടിതെറ്റുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കപ്പൽ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അമേരിക്കൻ സേനയുടെ കരുത്തിനെ തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ സത്യമാണ്. എന്നാൽ അമേരിക്കക്കാർ ഏറ്റവും ആശങ്കപ്പെടുന്നത് ഈ തീരുമാനത്തിന്റെ സമയമാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുന്നതിനിടയിലാണ് സ്വന്തം നാവികസേനാ തലവനെ അവർ മാറ്റിയത്. ഇത് ഇറാനാണ് ഏറ്റവും വലിയ ആശ്വാസമാകുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ സ്വന്തം കപ്പലിന്റെ ക്യാപ്റ്റന്മാരെ തന്നെ കടലിലെറിയുന്ന അമേരിക്കയുടെ ഈ വിചിത്രമായിട്ടുള്ള തന്ത്രം കണ്ട് ലോകം തന്നെ ചിരിക്കുകയാണ്. പെന്റഗണിൽ നടക്കുന്ന ഈ മാറ്റങ്ങൾ വെറുമൊരു പുറത്താക്കൽ മാത്രമല്ല, വരാനിരിക്കുന്ന വലിയൊരു പൊട്ടിത്തെറിക്കുള്ള കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. വലിയൊരു യുദ്ധത്തിന് മുന്നോടിയായി തങ്ങളുടെ സൈനിക ഘടനയെ തന്നെ അടിമുടി മാറ്റാനാണോ പെന്റഗൺ ശ്രമിക്കുന്നത് എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോ ഈ അധികാര വടംവലി അമേരിക്കൻ സൈന്യത്തെ ഉള്ളിൽ നിന്ന് തകർക്കുമോ? അമേരിക്കൻ സൈന്യത്തിനുള്ളിൽ നടക്കുന്ന ഈ ആഭ്യന്തര യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഭാവി.